ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഇന്ന് നല്ല വെയിലുണ്ട്, ഇന്ന് മഴയില്ല. ഇന്ന് മൊത്തം ഒന്ന് എന്താ പറയുക, വെയിലായിട്ടൊന്ന് ഉണങ്ങിക്കിടക്കുന്നുണ്ട് കേട്ടോ. ഇത്ര ദിവസം നല്ല മഴയായിരുന്നല്ലോ, അപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ചുമ്മാ ഒന്നിങ്ങനെ ഇറങ്ങി മൊത്തത്തിലൊന്നിങ്ങനെ സെർച്ച് ചെയ്തു നോക്കുമ്പോൾ കുറേ മുരിങ്ങാത്തൈകൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ മുരിങ്ങാത്തൈ ഇതാ മുരിങ്ങാത്തൈ ഉണ്ടായി അവിടെയും ഇങ്ങനെ 2-3-4 സ്ഥലത്തൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നമുക്ക് ഒഴിച്ചിട്ടതൊന്നുമല്ല, ചിലപ്പോൾ മുരിങ്ങ കായ അത് പൊട്ടി തെറിച്ചിട്ട് അങ്ങനെ ഉണ്ടായതായിരിക്കാം. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, വിത്ത് തെറിച്ചിട്ടുണ്ടായതായിരിക്കാം. അപ്പോൾ ഇനി ഇവിടെയൊക്കെ മൊത്തം ഒന്ന് ക്ലീനാക്കി നമ്മുടെ ഈ മുരിങ്ങാത്തൈനൊക്കെ ഒന്ന് വേറെ ആക്കി എടുക്കണം. അത് നല്ല വെയിലുള്ളൊരു ദിവസമായിട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ കുരുമുളക്, തണ്ടുരുളും തടിയുരുളും തണ്ടുമ്മേ ചെറുമണി കുരുമുളക് ഉരുളും എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ആ കുരുമുളക് ഇതാ ഉണ്ടായി വരുന്നു. കണ്ടോ, തിരിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കുറേ ഉണ്ടായിട്ടുണ്ട്. എനിക്കിങ്ങനെ ഈ കായ്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടായി വരുന്നത് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കും. എല്ലാ മരത്തിനും മുള്ളും ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് വേറെ ഉണ്ട് മരങ്ങൾ കേട്ടോ. വേറെയും കുരുമുളക് ഉണ്ടായിട്ടില്ല. നമ്മൾ പ്ലാവിന് മുകളിലാണ് കുരുമുളക് പടർത്തിയിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് ചെറുതായിട്ട്. ഇതിൽ കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോൾ കാണിച്ചില്ലേ, ആ കുരുമുളകിലാണ് ഇതാ ഉണ്ടായിട്ടുണ്ട്. ആശാൻ ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്, ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഓരോന്നായിട്ടുള്ളൂ. ഇതൊക്കെ ഉണ്ടോ. അപ്പോൾ ഇങ്ങനെ മൊത്തം ഒന്ന് നടന്നതാ മുരിങ്ങത്തൈ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി നിൽക്കുകയാണ്. ഇത് നമ്മൾ കുഴിച്ചിട്ടതൊന്നും അല്ല കേട്ടോ, ഇങ്ങനെ ചുമ്മാ മുളച്ചുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ മൊത്തം ഒന്ന് ഇങ്ങനെ നടന്നപ്പോൾ നമ്മളെ തുവ ഉണ്ടായിട്ടുണ്ട്. ആനത്തുവയല്ലേ, ഇതിന് പേരെന്താണ് നിങ്ങളുടെ നാട്ടിൽ പറയാറ്? ആനത്തുവയാണോ? ഇത് തോരൻ വെച്ചാൽ ബെസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പം അടുത്താണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ഇനി അത് നമുക്കൊരു തോരനുള്ളത് ഇവിടെയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇനി ഒരു ദിവസം തോരൻ ഇതാക്കണം. അപ്പം അങ്ങനെയൊക്കെ ഞാൻ ചുമ്മാ ഒരു വീഡിയോ ഇങ്ങനെ എടുക്കാനായിട്ട് വെറുതെ ഒന്നിങ്ങനെ ഇറങ്ങിയതാണ്, ഫോണും കൊണ്ട് ഇറങ്ങിയതാണ്. മൊത്തം ഒന്നിങ്ങനെ നടന്ന് എല്ലാ മരത്തിനടിയിലും പോയി നോക്കി. അപ്പോൾ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്, ആരൊക്കെയാണ് കായ്ച്ച് നിൽക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ട്. ഇന്ന് കൊടംപുളി ഉണ്ടായിട്ടുണ്ട്. കൊടംപുളി കാണുന്നില്ല. ഇതാ ഇവിടെ താഴെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം ഞാൻ കാണിക്കാം. താഴെ വീണ് കിടക്കുന്നുണ്ട് ഒരെണ്ണം, കണ്ടോ? ഒന്നല്ല, ഇതാ കൊടംപുളി വീണ് കിടക്കുന്നു. ഒരെണ്ണം കിട്ടി. ഇനി ഒരെണ്ണം അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ വല്ലപ്പോഴും അങ്ങനെ വരാറില്ല കേട്ടോ, കാരണം ഇവിടെയൊക്കെ ആകെ കണ്ടോ 2 കൊടംപുളി കിട്ടി. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറമ്പിൽ നിന്ന് കിട്ടാറുണ്ട്. ഇതാ ഇവിടെ ഒരെണ്ണം വീണ് കിടക്കുന്നുണ്ട്. പക്ഷേ അത് അഴുക്കായി പോയെന്ന് തോന്നുന്നു. അതിനാശായി പോയിട്ടാ, കണ്ടോ, അതിനാശായിപ്പോയി. കുടംപുളി ഉണ്ടായി നിൽക്കുന്നുണ്ട്, മേലെയാണ് കാണുന്നില്ല. കണ്ടോ, പഴുത്തിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ നമ്മുടെ തൊടിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണം അല്ലേ. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ് ഇങ്ങനെ വരാനായിട്ട്. പക്ഷെ മഴ ആയതുകൊണ്ട് ഇത്രയും ദിവസം ഞാനിങ്ങനെ വരാറില്ല. പിന്നെ ദൈലിയം പാമ്പുളിയുടെ അടുത്ത് വന്നു. വളരെ കുറച്ചുണ്ടായിട്ടുള്ളൂ, നന്നായിട്ടുണ്ടാവാറുണ്ട് ഇതിന് മുകളിൽ. 1, 2, 3 എണ്ണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചെമ്മീൻ പുളി എന്ന് പറയും, കണ്ടോ. പേരമരം ഉണ്ട് കേട്ടോ. പേരയുടെ മുകളിലാണ്, നല്ല മുകളിലായിട്ടാണ് പേരയ്ക്ക ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അത് കിട്ടൂല. ആ കിട്ടാത്ത സാധനങ്ങളൊന്നും നമ്മൾ കഷ്ടപ്പെട്ട് പൊട്ടിക്കാറില്ല. കാരണം അതൊക്കെ നമ്മുടെ കിളികളും കാക്കകളൊക്കെ കഴിച്ചോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെയാണ് കൂട്ടുകാരെ ഇന്നത്തെ വിശേഷം. അപ്പോൾ നല്ല വെയിൽ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ ഞാനൊരു മരം കാണിക്കാം കേട്ടോ. ഇതിന് മുകളിൽ കുഞ്ഞ് എന്തോ ഒരു ബെറി ഐറ്റംസാണ്. ഇതിപ്പോൾ ഉണ്ടായിട്ടില്ല. ഇതിനെല്ലാം ഞാൻ കാണിച്ചു തരാം.
ഇത് കണ്ടോ, ഇതൊരു നല്ല നമ്മൾ തക്കാളി ഇല്ലേ, തക്കാളിയുടെ ഷേപ്പാണ്, കുഞ്ഞ് തക്കാളി. നമ്മൾ ചെറിപ്പഴമൊക്കെ ഇല്ലേ അതിന് ഷേപ്പില്ല, റെഡ് കളറിൽ തക്കാളി പോലെയാണ് അതിൻ്റെ ഷേപ്പ്. കുഞ്ഞാണ്, നെല്ലിക്ക അത്രയും ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമോ? അതിപ്പോൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അതൊരു ബെറി ഐറ്റംസ് ആയിട്ടാണ് കണ്ടത്. ഇതിന് പേരറിയാവുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ, അതെന്ത് ബെറിയാണെന്ന്. നിങ്ങളവിടെയൊക്കെ ഉണ്ടോ? ഇത്തിരി പുളിപ്പും കുറച്ച് മധുരമൊക്കെ ആയിട്ടുള്ളൊരു ബെറിയാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ഇവിടെ കടച്ചക്കയുണ്ട്, കടപ്ലാവുണ്ട്. കടപ്ലാവിന് നിങ്ങളുടെ അവിടെ എന്ത് പറയാമെന്ന് അറിയില്ല. കടച്ചക്കയില്ലേ, ഉണ്ടായിട്ടില്ല, ഉണ്ടാവാനുള്ള സമയമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ പപ്പായ മരം, നിറയെ പപ്പായ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ പപ്പായ മരം പക്ഷെ നമ്മുടെ അല്ല, അപ്പുറത്തെയാണെന്ന് മാത്രം. പിന്നെ ഇതാ നീനാമ്പഴം എന്ന് പറയില്ലേ, നീനാമ്പഴം അത് ഉണ്ടായിട്ടില്ല, ഉണ്ടാവേണ്ട സമയമായി വരുന്നു. എല്ലാ മരങ്ങളും ഉണ്ട് ഇവിടെ. അപ്പോൾ ഓക്കെ, നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഓരോരുത്തർക്കും ചുമ്മാ ഒരു വീഡിയോ എടുത്തന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളോടൊക്കെ ഒന്ന് ഒരു വിശേഷങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ. ഇതാ നമ്മുടെ കുടംപുളി, 2 കുടംപുളിയാണ് കിട്ടിയത്. ഇത് രണ്ടും കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പിട്ട് വെക്കണം. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ, സി യു.